ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നും നമ്മൾ മ്യൂസിയത്തിൽ തന്നെയാണ് കേട്ടോ. നമ്മളിപ്പം കഴിഞ്ഞ ദിവസം കണ്ട ബ്രൗൺസ് ഗാലറി അല്ലേ, അപ്പോൾ നമ്മൾ അടുത്ത ഗാലറിയിലോട്ട് പോവാം കേട്ടോ. ഇവിടെ ഉള്ളത് കല്ലിൽ കൊത്തി വെച്ചിട്ടുള്ള ഐറ്റംസാണ് കേട്ടോ. നമ്മൾ കരിങ്കല്ലിൽ കൊത്തി വെച്ചിട്ടുള്ള വിഗ്രഹങ്ങളും അതേപോലെയുള്ള സംഭവങ്ങളൊക്കെ തന്നെയാണ് കേട്ടോ ഇവിടെ ഉള്ളത്. നല്ല ഭംഗിയാണ് കേട്ടോ. നമ്മൾ അമ്പലത്തിൽ കാണുന്ന പോലത്തെ വിഗ്രഹങ്ങളാണ് കേട്ടോ ഉള്ളത്. അപ്പം എല്ലാവരുടെയും ഉണ്ട്. വിഷ്ണു, ഭദ്രകാളി, അതേപോലെ ദേവിമാരെ, സേജസ്, അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട് കേട്ടോ. അപ്പം ഇതിൽ നമ്മളുടെ യുദ്ധത്തിൽ ഡാമേജായ വിഗ്രഹങ്ങളും ഒക്കെ ഉണ്ട്. ഇതൊക്കെ ഒരുപാട് കാലപ്പഴക്കമുള്ള വിഗ്രഹങ്ങളാണ് കേട്ടോ. നമ്മളുടെ ബുദ്ധരുണ്ട്, ആന, അതേപോലെ വിഷ്ണു, ശിവൻ, അതേപോലെയുള്ള എല്ലാ ദേവന്മാരും ദേവിമാരും ഒക്കെ ഉണ്ട് കേട്ടോ. അപ്പം കുറേ എണ്ണത്തിൻ്റെ നമുക്ക് കണ്ടു കഴിഞ്ഞാൽ പെട്ടെന്ന് മനസ്സിലാവില്ല. അവിടെ മെൻഷൻ ചെയ്ത് വെച്ചിട്ടുണ്ട്, എല്ലാറ്റിനെയും ഒന്നുമില്ല. അപ്പം ഉള്ളതിൽ അവർ മെൻഷൻ ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പം മനസ്സിലാവുന്ന കാര്യങ്ങൾ നമുക്ക് നോക്കി മനസ്സിലാക്കാം എന്നുള്ളതേ ഉള്ളൂ. പിന്നെ നമ്മളുടെ ഡാൻസിൽ യൂസ് ചെയ്യുന്ന മുദ്രയൊക്കെ വെച്ചിട്ടാണ് കേട്ടോ ഈ ഒരു വിഗ്രഹങ്ങളൊക്കെ നിൽക്കുന്നത്. അങ്ങനെയൊക്കെയാണ്. ഇത് വന്നിട്ട് വിഷ്ണുവാണ് കേട്ടോ, നമ്മൾ മഹാവിഷ്ണു. പക്ഷേ എനിക്കൊരു അത്ഭുതം തോന്നി, മഹാവിഷ്ണു കുറച്ച് ചെരിഞ്ഞല്ലേ അനന്തശയനത്തിലുള്ളത്. ഇത് പക്ഷേ നേരെ സ്ട്രെയിറ്റ് ആയിട്ടാണ് കേട്ടോ ഉള്ളത്. അതേപോലെ ഒരുപാട് ഗണപതി വിഗ്രഹങ്ങളും അതൊക്കെ ഉണ്ട് കേട്ടോ. അപ്പം നമുക്കൊന്ന് ഡീറ്റെയിൽ ആയിട്ട് കണ്ടാലോ.
എക്സ്പ്ലോർ ചെയ്യാൻ പോണത് ഒരുപാട് വർഷം മുന്നേ ഉള്ള നമ്മളുടെ തമിഴ്നാട്ടിലുള്ള ലെറ്റേഴ്സൊക്കെയാണ് കേട്ടോ. അതായത് നമ്മളുടെ ലിപിയില്ലേ, നമ്മളുടെ ലിപിയാണ് അത് ഇവിടെ ഫ്രെയിം ചെയ്ത് വെച്ചിട്ടുണ്ട്. മാത്രമല്ല നമ്മൾ ചെമ്പോലകളിൽ എഴുതിയിരുന്നില്ലേ ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പ്, അപ്പം ആ ഒരു ചെമ്പോലകളിൽ എഴുതി വെച്ചിരിക്കുന്നത് ഇവിടെ വന്നിട്ട് മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട് കേട്ടോ. ചെമ്പോലകളിൽ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. കൂടെ ഒരു റോപ്പും കൂടി ഉണ്ട് കേട്ടോ. ഇതൊക്കെ വന്നിട്ട് ചെമ്പാണ്, ചെമ്പിലാണ് ഇവർ ഇത് ചെയ്തിട്ടുള്ളത്. ഇത് ഒരുപാട് വർഷം മുമ്പുള്ള കേട്ടോ. ആ ഏതൊക്കെ വർഷമാണെന്നുള്ള കാലഘട്ടങ്ങളും ഇവിടെ വന്നിട്ട് മെൻഷൻ ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പം പണ്ട് കാലത്തെ ലെറ്റേഴ്സും ലിപികളൊക്കെ അറിയാനായിട്ട് നിങ്ങൾ ഈ ഒരു സെക്ഷനിൽ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് പറ്റും. അപ്പം അവർ അത്രയും ഭംഗിയായിട്ട് അത് വന്നിട്ട് ഇവിടെ കീപ്പ് ചെയ്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇവിടെയുള്ള ഓരോ ലെറ്റേഴ്സും ഏതൊക്കെ കാലഘട്ടത്തിലാണെന്ന് ഉള്ളതെന്ന് ഇവിടെ മേലുണ്ട്. വിജയനഗർ, അതേമാതിരി ചോലൈ, അങ്ങനെ ഏതൊക്കെയാണ് വർഷം, ഏത് വർഷത്തിലാണ്, ഏത് കാലഘട്ടങ്ങളിലാണെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ഇവിടെ മേലെ ഓരോ കാലഘട്ടങ്ങളും എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്കിത് ഡീറ്റെയിൽ കാണാം. കണ്ടോ, ഇത് പണ്ട് കാലത്ത് എഴുതിയിരുന്ന ആ ഒരു ലിപിയാണ് കേട്ടോ. അത് ഇവിടെ ഫ്രെയിം ചെയ്ത് സൂക്ഷിച്ചിട്ടുണ്ട്. വീണ്ടും അതിനകത്തുള്ള അടുത്ത സെക്ഷൻ എന്ന് പറയുന്നത് നമ്മുടെ കല്ലിൽ തന്നെ കുത്തിവെച്ചിട്ടുള്ള നാഗങ്ങളുടെയും അതേപോലെ ഈശ്വരന്മാരുടെയൊക്കെ ഒരു സ്റ്റാച്യൂവും കാര്യങ്ങളൊക്കെ തന്നെയാണ് കേട്ടോ. ഒക്കെ കരിങ്കല്ലിലാണ്
ഇതിൻ്റെ പേര് നാഗക്കല്ലെന്നാണ് കേട്ടോ. അപ്പം നമുക്ക് കാര്യമായിട്ടൊന്നും മനസ്സിലാവില്ല എന്നുണ്ടെങ്കിലും കുറച്ചൊക്കെ വന്നിട്ട് നമുക്കത് കാണുമ്പോൾ അത് എന്താണെന്നുള്ളൊരു ഐഡിയ ഒക്കെ കിട്ടും കേട്ടോ. അപ്പം ബ്രൗൺസ് ഗാലറിയിലൊന്നും പോയാൽ നമുക്ക് ആരാണ് എന്താണെന്ന് ഒരു ഐഡിയ ഉണ്ടായിരുന്നില്ല. അതൊക്കെ വെച്ച് നോക്കുമ്പോൾ ഈ ഒരു കല്ലിലുള്ള സ്കൾപ്ചറിൻ്റെ അടുത്ത് പോകുമ്പോൾ നമുക്ക് കുറച്ചുകൂടിയൊക്കെ ഒരു ഐഡിയ കിട്ടും കേട്ടോ, അതെന്താണ് ഏതാണ്. പിന്നെ പോരാത്തതിന് അവരവിടെ മെൻഷൻ ചെയ്ത് വെച്ചിട്ടുണ്ട്, നമുക്കത് നോക്കി മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ കേട്ടോ. അപ്പം എല്ലാവരും ഇതൊന്ന് കാണുക. അപ്പം നമുക്ക് അടുത്ത സെക്ഷനിലോട്ട് പോവാം. അടുത്തത് നമ്മൾ കാണാൻ പോകുന്നത് ഗവൺമെൻറ് മ്യൂസിയത്തിൽ തന്നെയുള്ള ആംസ് ഗാലറിയാണ് കേട്ടോ. ആംസ് ഗാലറി എന്ന് പറഞ്ഞാൽ പേര് പോലെ തന്നെ അത് ടൂൾസിൻ്റെ ഗാലറിയാണ്. അതായത് പണ്ട് കാലത്ത് രാജാക്കന്മാരൊക്കെ യൂസ് ചെയ്തിരുന്ന ടൂൾസാണ് കേട്ടോ. അതൊക്കെ എല്ലാ തരം ടൂൾസും ഉണ്ടായിരുന്നു. കുറച്ച് ടൂൾസിൻ്റെ ഒന്നും പേരൊന്നും നമുക്കറിയില്ല കേട്ടോ, പക്ഷെ അവിടെ മെൻഷൻ ചെയ്തിട്ടൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ അതൊന്നും വായിച്ചിട്ട് എനിക്ക് ഒന്നും മനസ്സിലായൊന്നുമില്ല. അപ്പോൾ പഴയ കാലത്തെ വാള്, മഴു, പടവാള്, പടച്ചട്ട, അങ്ങനെയുള്ള നമ്മളെ കാര്യപ്പറ്റിനൊക്കെ നമ്മൾ കണ്ടിട്ടുള്ള കുറച്ച് ടൂൾസും കാര്യങ്ങളൊക്കെ. പിന്നെ പീരങ്കി, ചെറുതും വലുതുമായിട്ടുള്ള ഒരുപാട് പീരങ്കിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. കാണാൻ രസമായിരുന്നു, പക്ഷെ അതൊന്നും തൊടാനൊന്നും പറ്റില്ല കേട്ടോ. അവിടെ എഴുതി വെച്ചിട്ടുണ്ട് ഡോണ്ട് ടച്ച് എന്നുള്ളത് എഴുതി വെച്ചിട്ടുണ്ട്. പക്ഷെ കുഞ്ഞുങ്ങളൊക്കെ തൊടൂലേ, നമ്മളിനി എന്തൊക്കെ പറഞ്ഞാലും തൊടരുത് ടച്ച് ചെയ്യരുതെന്ന് പറഞ്ഞാലും അവർക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ലല്ലോ. അതുകൊണ്ട് പൊന്നും അതൊക്കെ ടച്ച് ചെയ്യുന്നൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. എനിക്ക് ചീത്ത കേൾക്കും എന്നുള്ളതുകൊണ്ട് ഞാൻ ടച്ച് ചെയ്തൊന്നുമില്ല. പക്ഷെ കാണാനൊക്കെ നമുക്ക് പരിചയമില്ലാത്ത ടൂൾസൊക്കെ കാണുമ്പോൾ നമുക്ക് ഇൻട്രസ്റ്റിംഗ് അല്ലേ. അപ്പം പൊന്നുവിന് ഇവിടെ നിന്നിട്ട് ഫോട്ടോ എടുക്കണം എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. അപ്പം ശരി നിൽക്ക്, ഞാൻ ഫോട്ടോ എടുക്കാമെന്ന് പറഞ്ഞു. എന്താണ് ഫോഴ്സുകളൊക്കെ, ഈ കുട്ടികളൊക്കെ ഇത് എവിടുന്നാണ് പഠിക്കണേന്നാവും കേട്ടോ. നമ്മളൊന്നും വന്നിട്ട് എനിക്കൊന്നും അങ്ങനെ ആരും പറഞ്ഞു തരാണ്ടൊന്നും കുഞ്ഞുങ്ങളെല്ലാം അറിയില്ലായിരുന്നു കേട്ടോ. അപ്പം ഇവൻ അങ്ങനെയൊന്നുമല്ല. അപ്പം പലതരം വാളുകളുടെ കളക്ഷൻ ഉണ്ടായിരുന്നു. മഴു വാള് ഇതൊക്കെ അവരത്രയും സേഫായിട്ട് സൂക്ഷിച്ചിട്ടുണ്ട് കേട്ടോ. ഫ്രെയിമൊക്കെ ചെയ്ത് ഒരു ബോക്സിലാക്കിയിട്ട് അതിനകത്താണ് കേട്ടോ ഇതൊക്കെ എന്താ വലിയ തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. പക്ഷേ ആംസ് ഗാലറിയിൽ വലിയ തിരക്കൊന്നുമില്ല. അപ്പം മഴയൊക്കെ ഉണ്ട് കേട്ടോ. ഈ മഴ കൊണ്ട് കുന്തം കൊണ്ടൊക്കെ ഒന്ന് കിട്ടിയിട്ടുണ്ടെങ്കിലോ അപ്പം ചവുമണിച്ചെന്ന് അമ്മാതിരി ഷാർപ്പ് എഡ്ജസാണെന്നേ കണ്ടു കഴിഞ്ഞാലേ. പക്ഷേ മഴയൊക്കെ ഒരാറ്റ വെട്ട് തീർന്ന് അമ്മാതിരിയാണ് കേട്ടോ. ഇത് പടച്ചട്ടയാണ് ഷീൽഡ് ഡ്രസ്സ്. അതായത് ഈ ബുള്ളറ്റൊന്നും കൊള്ളാതിരിക്കാൻ വേണ്ടി നമ്മൾ കണ്ടില്ലേ സിനിമയിലൊക്കെ, ആ സംഭവം കേട്ടോ. അതിവിടെ നന്നായിട്ട് കീപ്പ് ചെയ്തിട്ടുണ്ട്, ഗ്ലാസ്സിൽ ഫ്രെയിം ചെയ്ത് കീപ്പ് ചെയ്തിട്ടുണ്ട്. അതിന് ശേഷം ഒരുപാട് മഴകളൊക്കെ ഉണ്ട് കേട്ടോ. കുറേ ഇത് കണ്ടുകൊണ്ടായിരിക്കണം കുറച്ച് കണ്ട് എത്തി വയ്ക്ക് തല ചുറ്റാനൊക്കെ തുടങ്ങിയിട്ടോ. അയ്യോ എനിക്ക് പിന്നെ ഷൂട്ട് ചെയ്യാനൊന്നും വയ്യായിരുന്നു, ഭയങ്കര തല ചുറ്റല്ലേ, എല്ലാം കൂടെ കണ്ടിട്ടായിരിക്കും. അപ്പം അങ്ങനത്തെ ഒരു മിക്സ്ഡ് ഫീലിംഗ് ആയിരുന്നു. പേടിയല്ല, പക്ഷേ ഒരു അൺകംഫർട്ടബിൾ. ഈ മഴയൊക്കെ കണ്ടിട്ടേ ചിലപ്പോൾ ഇതൊക്കെ വെട്ടുകൊണ്ട് ഒരുപാട് മരിച്ചിട്ടുണ്ടല്ലോ, ഒരുപാട് പേര് അപകടപ്പെട്ടിട്ടുണ്ടല്ലോ എന്ന് വിചാരിച്ചുകൊണ്ടായിരിക്കും എനിക്കിതൊക്കെ കാണുമ്പോൾ ഭയങ്കര ഒരുമാതിരി ഒരു അൺകംഫർട്ടബിളായിരുന്നു. പൊന്നിനൊരു പ്രശ്നമില്ല കേട്ടോ. അവൻ ഇതൊക്കെ കാണുക, അമ്മ ഇതാണോ വാള്, ഇതാണോ കുന്തം എന്ന് ചോദിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. ഇത് ആക്സ് ആണോ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് അവനിരിക്കുകയായിരുന്നു. അപ്പോൾ ഒരുപാട് തോക്കുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഞാൻ ഇത്രയും ടൂൾസൊന്നും ഒരുമിച്ച് കണ്ടിട്ടില്ല അതുവരെ, ആദ്യമായിട്ടാണ് കേട്ടോ. അപ്പം ഞാൻ ആദ്യമായിട്ടാണ് ഈ മ്യൂസിയം വിസിറ്റ് ചെയ്യുന്നതും. എനിക്ക് ഇങ്ങനത്തെ ടൂൾസൊന്നും കണ്ട് പരിചയമൊന്നുമില്ല. അപ്പോൾ ഇതൊക്കെ കാണുമ്പോൾ തീർച്ചയായിട്ടും ഒരു അത്ഭുതമൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ടൂൾസ് ഗാലറി കയറിയപ്പോഴായിരുന്നു എനിക്ക് ചെറുതായിട്ടൊരു അൺകംഫർട്ടബിളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അതിനിപ്പോൾ എന്താ ചെയ്യുക അല്ലേ. പക്ഷേ ടൂൾസൊക്കെ നന്നായിട്ട് നോക്കുന്നൊക്കെ ഉണ്ടായിരുന്നു. കാണാൻ ഭംഗിയൊക്കെ ഉണ്ട്, പക്ഷേ കാണുമ്പോൾ എന്തോ ഒരു ബുദ്ധിമുട്ട്. അപ്പം നന്നായിരുന്നു കേട്ടോ. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഞാൻ നോർമലി എൻ്റെ കുറച്ച് ഡാൻസ് കൊറിയോഗ്രാഫി അല്ലെങ്കിൽ ഡാൻസ് പ്രോഗ്രാംസ് അല്ലെങ്കിൽ എൻ്റെ ലൈഫ് സ്റ്റൈൽ വീഡിയോസ്, ഇങ്ങനത്തെ വീഡിയോസൊക്കെയാണ് നോർമലി പോസ്റ്റ് ചെയ്യുന്നത്. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോസൊക്കെ ഇഷ്ടമാണെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ. ടാറ്റാ.